ഈ മഹൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാവാ തിരുമേനി ഇന്ന് ബയോഡൈവേഴ്സിറ്റിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് എന്നെപ്പോലെ 90-ാം വയസ്സിൽ ഈ അവാർഡ് വാങ്ങിച്ച പ്രിയപ്പെട്ട പത്മശ്രീ ദേവകി അമ്മ സാറിന് എൻ്റെ വകയായിട്ടൊരു പ്രത്യേകമായ അനുമോദനം അറിയിക്കുന്നു. എൻ്റെ സഹോദര മെത്രാപ്പൊലിത്തന്മാർ, ഇന്നത്തെ അധ്യക്ഷ തിരുമേനി അഭിമന്യ ഈ മത്യൂസ് തിരുമേനി എൻ്റെയും ഇടവ മെത്രാപ്പൊലിത്തയാണ്. അഭിയുക്ത പുതമ്പോൺ ഭദ്രാസനത്തിലെ കാലം ഓർക്കുകയാണ്. ഒരു വിശാലമായ ഭദ്രാസനം. ഇന്ന് ഈ ഇവിടെ സമ്മേളനം ക്രമീകരിച്ച പുത്തങ്കാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിനെയും ഞാൻ അനുമോദിക്കുന്നു. അതിൻ്റെ വികാരിയും നമ്മുടെ സഭാ വൈദിക ട്രസ്റ്റി വഹിക്കുന്ന അച്ഛനും ഒരു പ്രത്യേക കയ്യടി കൊടുക്കുകയാണ്. ഇവിടെ ചരിത്രം ഉറങ്ങുന്നില്ല, ഉണർന്നിരിക്കുകയാണ്. പുത്തങ്കാവിൽ ചരിത്രം ഉണർന്നിരിക്കുകയാണ്, ഉറങ്ങുന്നില്ല. പരിശുദ്ധ പിതാക്കന്മാരുടെ പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അവാർഡ് 2010 മുതലാണ് കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് വളരെ ഉചിതമായി പ്രവർത്തിക്കുമെന്നതിൽ അവരെ എല്ലാവരെയും അനുമോദിക്കുന്നു. നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട മന്ത്രി സജി ചെറിയാന്, നമ്മുടെ അൽമായ ട്രസ്റ്റി റോണി വർഗീസ്, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി, വൈദിക കോർപ്പിസ്കപ്പന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, എല്ലാ പ്രിയപ്പെട്ടവരും അവർക്ക് സ്നേഹമെന്ന്. പമ്പയാർ ഇതുവഴി ഒഴുകാൻ തുടങ്ങിയിട്ട് 18,000 വർഷമായി എന്നാണ് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അന്നത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രദേശം എല്ലാം നിറഞ്ഞൊഴുകിയതായിരിക്കും. അന്ന് അതിൻ്റെ പരിശുദ്ധി എന്തായിരിക്കുമെന്ന് കൂടി ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഈ പമ്പയാറ്റിലെ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്, അതിനകത്ത് കുളിച്ചിട്ടുമുണ്ട്. അപ്പോൾ കുളിക്കാനും കൊള്ളത്തില്ല, കുടിക്കാനും കൊള്ളത്തില്ല. 18,000 വർഷം മുമ്പ് മുതലല്ല, അതിനുശേഷം അനേക നൂറ്റാണ്ടുകൾ ഈ വെള്ളം ശുദ്ധമായിരുന്നു, ഈ വായു ശുദ്ധമായിരുന്നു, ഒരു സംശയവുമില്ല. ഈ മണ്ണ് ശുദ്ധമായിരുന്നു. പക്ഷെ ഇന്നത് എല്ലാം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പരിസ്ഥിതി വിദഗ്ധൻ പറഞ്ഞ ഒരു വാചകം ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. വി ആർ ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ എൻവയൺമെന്റ് മെർസിലെസ്ലി. വി ആർ ഡിസ്ട്രോയിങ് ദ നാച്ചുറൽ എൻവയൺമെന്റ് മെർസിലെസ്ലി. ഒരു കരുണയും കൂടാതെ ഈ പ്രകൃതിയെ നമ്മൾ മലിനീകരിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കട്ടെ, വിഷയത്തിലേക്ക് പ്രവേശിക്കാം. വലിയ തിരുമേനിമാരെയും പുത്തങ്കാൽ കൊച്ചു തിരുമേനിയെയും കുറിച്ച് പരിശുദ്ധ ബാവാ തിരുവനന്തപുരം മത്യൂസ് തിരുമേനിയും എല്ലാവരും സന്ദർഭം അനുസരിച്ച് സംസാരിക്കുകയുണ്ടായി. വളരെ വ്യക്തമായി ചരിത്ര സത്യങ്ങൾ പറഞ്ഞു. എനിക്ക് പുത്തങ്കാൽ കൊച്ചു തിരുമേനിയെ എനിക്ക് ഓർമ്മയായ നാൾ മുതലുള്ളതും പിന്നീട് എൻ്റെ ബാല്യകാലത്തിൽ കണ്ടതും, ഞാൻ വൈദിക സെമിനാരിൽ പോകുന്നതിന് 2 വർഷം മുമ്പ് ആണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. ഞാൻ 1953 വൈദ്യ സെമിനാരിയിൽ പോകുന്നത്. 51 അദ്ദേഹം കാലം ചെയ്തു. ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നത് പള്ളിയുടെ വടക്കേ മുറിയിൽ, കൊച്ചുമുറിയിൽ ഇങ്ങനെ വെള്ളക്കുപ്പായമിട്ട് വിശ്രമിക്കുന്നതാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞ്. എൻ്റെ വലിയ അപ്പച്ചന് എനിക്കൊരു 5 വയസ്സോ 6 വയസ്സോ കാണും. എൻ്റെ തിരുമേൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി കാണിച്ച് കൈമുത്തി ചെള്ളയ്ക്കൊരടിയും കിട്ടി. പിന്നെയും കിട്ടിയിട്ടുണ്ട് പല പ്രാവശ്യം. ഞങ്ങളുടെ പള്ളി വരും, കൂർത്തമല പള്ളിയിൽ. അതെപ്പോഴാണ് വരുന്നത് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ ക്ഷണിക്കാതെ വരും. അങ്ങനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വഭാവ വിശേഷമായിരുന്നു സർപ്രൈസ് വിസിറ്റ്. സൺഡേ സ്കൂളെല്ലാം ഇങ്ങനെ സന്ദർശിക്കുവാൻ. ഒരിക്കൽ നെല്ലിക്കൽ സൺഡേ സ്കൂളിൽ വന്ന് മഹിമയുടെ ഖബറെന്ന് പറയപ്പെടുന്ന ആ പാട്ട് പാടിപ്പിച്ച് ഞാൻ ചെറിയ ഓർമ്മയുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കും. അത് സർപ്രൈസ് വിസിറ്റ്, അറിയത്തില്ല. സൺഡേ സ്കൂളെല്ലാം പോകുന്ന വഴിക്കെല്ലാം കയറുന്നു. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ.
പിന്നെ ഈ സന്ദർഭത്തിൽ ദീർഘമായി സംസാരിക്കുന്ന ഉചിതമല്ല എന്നറിയാം. എങ്കിലും മലങ്കരയുടെ വാനമ്പാടി, വിദ്യാഭ്യാസ വിചക്ഷണൻ, ആത്മീയ ഗുരുവര്യൻ എന്നീ നിലകളിൽ വിശ്വാസികളുടെ ഹൃദയങ്ങൾ ഇന്നും കെടാത്ത വിളക്കായി പ്രകാശിക്കുന്ന പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ 75ാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഒരു ചെറു വിവരണമാണിത്. വിശ്വാസത്തിൻ്റെ ആകാശത്ത് സൂര്യ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു മഹാപ്രതിമയുടെ സ്മരണയ്ക്ക് മുൻപിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. പുത്തൻകാവിലെ കൊച്ചു തിരുമേനി എന്ന വാത്സല്യ പേരിലൂടെ മലങ്കര സഭയുടെ ആത്മീയ വീഥികളെ ധന്യമാക്കിയ അഭിമന്യ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലീത്ത നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 75 സംവത്സരങ്ങൾ പൂർത്തിയാകുന്നു. ഈ 75ാം ഓർമ്മപ്പെരുന്നാൾ കേവലം ഒരു ചരിത്ര സ്മരണയല്ല, മറിച്ച് വിശുദ്ധിയുടെയും അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെയും കർമ്മശേഷിയുടെയും ഒരു വലിയ പാഠപുസ്തകം വരും തലമുറയ്ക്കായി തുറന്നു വയ്ക്കലാണ്. അറിവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മീയതയുടെ ഉന്നതിയിലേക്ക് 1897 ചെങ്ങന്നൂർ പുത്തൻകാവിലെ പ്രശസ്തമായ മാമ്മൂട്ടിൽ കിഴക്കേത്തലക്കൽ കുടുംബത്തിൽ ജനിച്ച തിരുമേനി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു പ്രതിഭയായിരുന്നു. ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് അറിവിൻ്റെ വെളിച്ചം പകർന്ന് നൽകിയ ശേഷമാണ് അദ്ദേഹം വൈദിക ശുശ്രൂഷയുടെ ബലിപീഠത്തിലേക്ക് പ്രവേശിച്ചത്. 1930 തൻ്റെ 33ാം വയസ്സിൽ മെത്രാപ്പോലീത്തയായി അഭിഷിക്തനാകുമ്പോൾ പ്രായത്തെ വെല്ലുന്ന ആത്മീയ പക്വതയും പ്രസരിപ്പും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കൊച്ചു തിരുമേനി എന്ന് വിളിക്കാൻ ഏവരെയും പ്രേരിപ്പിച്ചു. വിജ്ഞാന വിപ്ലവത്തിൻ്റെ ശില്പി. വിജ്ഞാനം കൊണ്ട് മാത്രമേ ഒരു ജനതയ്ക്ക് യഥാർത്ഥ പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്ന ദീർഘവീക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്ത്. സഭയിലെ തർക്കങ്ങളുടെ വേളയിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒട്ടും പിന്നോട്ട് പോയില്ല. പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂൾ, പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹൈസ്കൂൾ, കിഴവള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ, പറന്തൽ അരമനപ്പള്ളി, ബഥേൽ അരമന, പത്തനംതിട്ട ബേസിൽ ദയറ, തുമ്പവൺ മന്ദിരം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാതോലിക്കേറ്റ് കോളേജിൻ്റെ അനുവാദം കിട്ടിയിരുന്നു. അദ്ദേഹം കാലം ചെയ്യുമ്പോൾ 52 കോളേജ് തുടങ്ങുന്നത്. സഭാവാതിരുവൻസോട് ഓർമ്മിപ്പിച്ചതുപോലെ 20 വർഷം കൊണ്ട് 200 വർഷത്തെ പ്രവർത്തനം കാഴ്ചവെച്ചു. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം സ്ഥാപിച്ചു. ബേസിൽ ദയറയെക്കുറിച്ച് മാത്രം ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഈ ഭദ്രാസനത്തിലെയും സഭയിലെയും ആത്മീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കത്തക്കവണ്ണമുള്ള വിദഗ്ധരും സമർപ്പണ ബുദ്ധി സ്വഭാവമുള്ളവരുമായവരെ തിരഞ്ഞെടുക്കുന്നു. ഈ ഇടവകയിൽ നിന്ന് തിരഞ്ഞെടുത്തലാണ് മലയമേൽത്തയിൽ തമ്പി സാർ അല്ലെങ്കിൽ മികത്തവസച്ചൻ. ഈ ഇടവകയിലെ ഭരൂരിലാണ് PS ശമുവേലച്ചൻ. ആറാട്ടുപുഴ കൊളഞ്ഞിക്കൊമ്പിലെ KC ഉമ്മനച്ചൻ, അതായത് ഫോറസ്റ്റർ ബാജൻ. ഒട്ടച്ചാക്കല് പുലിമുഖത്ത് PG ജോർജ്, അച്ഛനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, മെട്രോപൊളിറ്റൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ. 19ാമത്തെ വയസ്സിൽ ഇവിടെ അധ്യാപകനായി വന്ന് സഭ മുഴുവൻ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചാണ്. ഫാദർ HG ഗബ്രിയേൽ ആലുംമൂട്ടിൽ കാർത്തിയപ്പള്ളി, സഭാകവി CP ചാണ്ടി. അതൊരു വലിയ തെരഞ്ഞെടുപ്പായിരുന്നു. പിന്നെ MG ചെറിയാൻ സാറ് മഠത്തിൽ ആറാട്ടുപുഴ, ഇടുക്കള അച്ഛന് TT തോമസിന്, ഫാദർ K ഡേവിഡ്, ഇങ്ങനെ എല്ലാവരെയും 12 മുറികൾ പണിഞ്ഞ് പത്തനംതിട്ട ബേസിൽ ദയറ ആരംഭിച്ചു. ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അന്നത്തെ പോലും നടത്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതൊരു ദുഃഖമാണ്. അതിന് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് മാത്രമല്ല, സുവിശേഷത്തിൻ്റെ വീര്യം അദ്ദേഹം എങ്ങനെ പ്രാവർത്തികമാക്കി എന്നുള്ളത് 5 സഞ്ചാര സുവിശേഷകരെ നിയമിച്ച്. ഒന്നാമത് സഭാകവി CP ചാണ്ടി സാറിൻ്റെ പിതാവായിരുന്ന ചക്കാലക്കുന്നിൽ ഫിലിപ്പോസ് ഉപദേശിയായിരുന്നു. വെണ്ടിക്കുളത്ത് നിന്ന് നടന്ന് മാരാമണ്ണൂർ പൂവത്തൂർ വഴി വന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ വല്ലപ്പോഴും കയറുമായിരുന്നു. ആറന്മുള കയറി എലന്തൂർ ചെന്ന് കൈപ്പട്ടൂർ പള്ളിയിൽ ചെല്ലുമായിരുന്നു.
വെള്ളിയാഴ്ച രാവിലെ നടക്കും, വൈകിട്ട് അവിടെ ചെല്ലും. ശനിയാഴ്ചയും ഞായറാഴ്ചയും പള്ളിയിലുള്ള പ്രവർത്തനം എല്ലാം നടത്തും. നല്ല സുവിശേഷകൻ. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ക്ലാസ്സുകളുമൊക്കെ. സഭാകവി CP ചാണ്ടി സാറിൻ്റെ പിതാവാണ്. രണ്ടാമത്തത് ഇപ്പോൾ പ്രക്കാണത്ത് ജെയിംസ് കോറപ്പിസ്കോപ്പാത്തിൻ്റെ പിതാവ് ഇലവ് നിൽക്കുന്നതിൽ മത്തായി ഉപദേശി. അദ്ദേഹം നെല്ലിക്കൽ പള്ളിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാജിക് ലാൻഡാണ്, ഒരു വലിയ പെട്ടിയാണ്. വലിയ പെട്ടിയിൽ അത് തലച്ചുമടയിൽ പ്രക്കാണത്തു നിന്ന് എടുത്തുകൊണ്ട് നടന്ന് നെല്ലിക്ക വരെ വരുമായിരുന്നു. മറ്റു പല പള്ളികളിലും പോകാമായിരുന്നു. എന്നിട്ട് സ്ലൈഡൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് പ്രസംഗിക്കും. അന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അത്രയ്ക്ക്. പിന്നെ മൂന്നാമത്തത് മലഞ്ചെരുവിൽ മത്തായി ഉപദേശി സിറിൽ മാർ ബസേലിയോസ് തിരുമേനിയുടെ പിതാവായിരുന്നു. അദ്ദേഹമാണ് മൂന്നാമത്തെ സഞ്ചാര സുവിശേഷം. നാലാമത്തേത് പുത്തൻകാവിൽ പതിനുമുട്ടൽ ഐപ്സാറ്. അദ്ദേഹം ഓമല്ലൂരാണ് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അഞ്ചാമത്തെ എനിക്ക് തോന്നുന്നത് ഒരു വേറൊരു ഉപദേശം, വീട്ടുപേര് ഓർക്കുന്നില്ല, ചെന്തിട്ട് ഉപദേശിച്ചതാണ് തോന്നുന്നു. അതെനിക്ക് തിട്ടമില്ല. 5 പേർക്ക് 5 രൂപ ശമ്പളം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. 5 രൂപയ്ക്ക് ഒരു ഭവൻ കിട്ടുമെന്ന്. ഇത്രയും 5 സഞ്ചാര സുവിശേഷകർ. ആത്മീയ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട KC ഉമ്മനത്തിൽ 18 വർഷം ഭദ്രാസ് സെക്രട്ടറി ആയിട്ടിരുന്ന്. ഗബ്രിയേലച്ചന് 20 വർഷം. അങ്ങനെ ഓരോരുത്തരെ ഓരോ. പിന്നെ ഇടുക്കളയച്ചന് തമ്പിയച്ചനൊക്കെ അമേരിക്കയിലൊക്കെ പോയി. ഞാൻ 58-ലാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പശ്ചാത്തലം എനിക്ക് മനസ്സിലായതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അത്രയ്ക്ക് വീക്ഷണത്തോടുകൂടി ഈ സഭയിലും പ്രത്യേകിച്ച് തുമ്പവൻ ബദാസൻ എന്നും ഒന്നാമതായിരിക്കണം. പിന്നെ ദാനിയേൽ മാർ പിലച്ചിനോസിന് വടുതല ഈശോക്കത്തനാരുടെ മകൻ, അന്ന് PE ഡാനിയലാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഇദ്ദേഹവും അധ്യാപകനായി കുറച്ച് നാളുണ്ട്. രണ്ടുപേരും ഫുട്ബോൾ കളിക്കുന്നവരാണ്. പിന്നെ ഒരു CV മാത്യൂസ് എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്നു. അദ്ദേഹം ഫുട്ബോൾ കളിക്കുമായിരുന്നു. ചെങ്ങന്നൂര് ഒറ്റക്കാലയിൽ ഫുട്ബോൾ കളിക്കുന്നതാണ് ജോൺ മാത്യൂസ് സാറ്. അവരുടെ ഒരു കാലയിൽ വടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഫുട്ബോൾ കളിക്കാരെല്ലാവരും കൂടെ അങ്ങനെ ഈ ഭദ്രാസനത്തിൽ ചെയ്ത സേവനം ഓർക്കുകയാണ്. ദാനിയേൽ റംബാത്തിനെ ആദ്യത്തെ പ്രിൻസിപ്പലായിട്ട് കാതലിക്കറ്റ് കോളേജ് നിയമിച്ചു. അതിനുശേഷമാണ് തിരുമേനി മെത്രാച്ചനായി എന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ പോകാനിടയായത്. ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. തിരുമേനിക്ക് ഷമ്മാശന്മാരില്ലെന്ന് 53 മെത്രാച്ചനായി 58 വരെ ഷമ്മാശന്മാർ ആരെങ്കിലും ചെറിയാൻ സാറോ അല്ലെങ്കിൽ തമ്പി സാറോ ഒക്കെ ഇങ്ങനെ കൂടെ പോകുമായിരുന്നു. സ്ഥിരമായിട്ട് ഷമ്മാശനെ വേണമെന്ന് പറഞ്ഞു. എന്നെ ഒരു മെസ്സഞ്ചറെ അയച്ചു. ഇവിടെ ആറാട്ട് വരുന്ന KO കോശി സാറിനെ അറിയാമല്ലോ, ബെഞ്ചമിൻ കോശിയുടെ പിതാവ്. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു, തിരുമേനി വിളിക്കുന്നു. അങ്ങനെ ഞാൻ പോയതാണ്. എൻ്റെ ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിൻ്റാണ്. അങ്ങനെ ഞാൻ ഈ സ്ഥാനത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി. അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ച് എല്ലാം ചെയ്യാൻ എനിക്കൊന്നും സാധിച്ചില്ല. തിരുമേനി സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. തുമ്പവൻ ഭദ്രാസൻ എന്നും ഒന്നാമതായിരിക്കണം. അഭിഷിക്ത തുമ്പവൻ ഭദ്രാസന് പടിഞ്ഞാറേ അതിലെ ബുധനൂര്, കിഴക്കത് തണ്ണിത്തോടിനപ്പുറം തൂമ്പാക്കുളമാണ്. അന്ന് തൂമ്പാക്കുളം പള്ളിയില്ല. വടക്ക് വെച്ചൂച്ചിറ, അന്നും വെച്ചൂച്ചിറയില്ല. അയിരൂര് മതാപ്പാറ വരെയൊക്കെ ഉള്ളൂ. തെക്ക് കൊടുമണ്ണ് പറന്തൽ. അത്ര വിശാലം 146 പള്ളികളുള്ള ഒരു പള്ളി. വണ്ടി എങ്ങനെയുള്ളത്? പിന്നെ ഒരു വ്യക്തിയെ കൊടുത്ത് ഓർമ്മിപ്പിക്കട്ടെ, അമാളിയേട്ടൻ. ഇവിടെ പരിചയമില്ലാത്തൊരാരുമില്ലല്ലോ. 2 പേരുടെ, അതായത് പുത്തിങ്കാൽ കൊച്ചു തിരുമേനിയും ദാനിയേൽ മാർ പിലിച്ചിൻ്റെയും സാരഥിയായിട്ട് പ്രവർത്തിച്ചു. അവരെ ഒന്നും മറക്കാനൊക്കത്തില്ല. അങ്ങനെ തുമ്പവൻ ഭദ്രാസിൽ ദേറായ കോളേജുകളിൽ സ്കൂളുകൾ സ്ഥാപനങ്ങൾ എല്ലാം സ്ഥാപിച്ച് ഇന്നും ഒന്നാമത് നിൽക്കുന്ന തുമ്പവൻ ഭദ്രാസിൻ്റെ സാരഥിയായിരുന്ന പുത്തിങ്കാൽ കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാവരോടും എൻ്റെ ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥന കോട്ടയായി.